അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് തരട്ടെ. ഇന്നലെ കുറേ വിഷയങ്ങൾ പറഞ്ഞു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ആരെങ്കിലുമൊക്കെ വഖഫ് ചെയ്താൽ അവിടുത്തെ റൗള ഷരീഫിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് വിനിയോഗിക്കേണ്ടത്. ഒരു നാട്ടുകാർക്ക് വഖഫ് ചെയ്താൽ ആ നാട്ടിലെ താമസക്കാർക്കാണ് കൊടുക്കേണ്ടത്. ഓരോ ദിവസവും ഓരോ ജുസ് ഖുർആൻ ഓതാൻ വേണ്ടി ഒരു വസ്തു ഒരാൾ വഖഫ് ചെയ്താൽ ഒരു ജുസ് ഓതണം. തുടർച്ചയായിട്ട് ഒരു സ്ഥലത്തു നിന്നൊരു ജുസ് ഓതണം. റമളാൻ മാസത്തിൽ സദഖ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലം വഖഫ് ചെയ്താൽ റമളാനിൽ വഖഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ശേഷം വഖഫ് ചെയ്യണം. അടുത്ത റമളാൻ വരെ കാത്തു നിൽക്കരുത്. അതുപോലെ ഉപ്പാൻ്റെ ഖബറും പുറത്ത് എല്ലാ വെള്ളിയാഴ്ചയും യാസീൻ ഓതാൻ വേണ്ടി എന്ന് ഒരാൾ വഖഫ് ചെയ്താൽ മരണശേഷം എന്ന് പറയാതെ വസിയത്തിൻ്റെ രീതിയിലല്ലാതെ വഖഫിനെ മരണത്തോട് ബന്ധപ്പെടുത്തിയിട്ടല്ലാതെ പറഞ്ഞാൽ അതങ്ങനെ തന്നെ ചെയ്യണം. നിശ്ചയിക്കപ്പെട്ട കൂലി എന്ത് ചെയ്യണം? ഓതനാക്ക് കൊടുക്കണം. അയാൾ മരിച്ചാൽ വേറൊരാൾ നിശ്ചയിക്കണം. അതേസമയത്ത് മരണശേഷം എന്ന രീതിയിലാണ് വഖഫ് ചെയ്യുന്നത് എങ്കിൽ അവിടെ പ്രത്യേക സമയമോ വർഷമോ അതിൻ്റെ വരുമാനമൊക്കെ നിർണ്ണയിച്ചിട്ടേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി, മറ്റൊരു മസല, ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി സെയ്ദിന് വേണ്ടി സെയ്ദിൻ്റെ മേലിൽ, പള്ളിയിലെ മോദിൻ്റെ മേലിൽ ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി വഖഫ് ചെയ്തു എന്ന് പറയുന്നിടത്ത് ആ ഏൽപ്പിച്ച കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമൊന്നും അല്ലെങ്കിൽ അയാൾ ആ വഖഫിൻ്റെ വരുമാനത്തിന് അർഹനാകും, അയാളത് ചെയ്തിട്ടില്ലെങ്കിലും. അല്ലെങ്കിൽ പിന്നെ വാഖിഫിൻ്റെ ഉദ്ദേശം നോക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഖത്തം ഓതാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഒരു പ്രതിഫലത്തിന് മാത്രം ഉള്ള ഒരു പണി പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്തതെങ്കിൽ ആ പണിയെടുത്താൽ മാത്രമേ വഖഫിൻ്റെ സ്വത്തിന് അർഹരാവുള്ളൂ എന്നും പറഞ്ഞു. നാട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്താൽ അവിടെ വരുന്ന ആൾക്കാർക്ക് അത് കൊടുക്കണം. 3 ദിവസത്തിലേറെ കൊടുക്കാൻ പാടില്ല. ചോറായിക്ക് തന്നെ കൊടുക്കണം. വിരുന്ന് കൊടുക്കൽ അങ്ങനെയാണല്ലോ, അരിയായിട്ടല്ലല്ലോ, ഹബ്ബായിട്ട് കൊടുത്താൽ പോരാ. ആ വരുന്ന ആൾ ദരിദ്രനല്ലെങ്കിലും കൊടുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷിപ്പിക്കാൻ വേണ്ടി വരുമാനത്തിന് എന്ന് പറഞ്ഞൊരു ഭൂമി ഒരാൾ വഖഫ് ചെയ്താൽ, ഭൂമിയോ വാഹനം എന്തോ ആവട്ടെ, ആർക്കാണത് കൊടുക്കേണ്ടത്? പണ്ഡിതന്മാർക്കിടയിൽ പല ചർച്ചയുണ്ട്. മൗലിദ് മാസത്തിൽ മൗലിദ് കഴിക്കുമ്പോഴുള്ള ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കാം. സാധാരണ അങ്ങനെ ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഭക്ഷിപ്പിക്കാനെന്ന് പറയുമ്പോൾ സാധാരണയിൽ ഇപ്പോൾ ഈ റബീഉൽ അവ്വലിലാണല്ലോ ഇപ്പോൾ അതുണ്ടാവുക. അപ്പോൾ എല്ലാത്തവർക്കും കൊടുക്കാം എന്നാണ്. ഖാദിക്ക് കഴിക്കാൻ പറ്റുമോ ചോദിച്ചാൽ മൂപ്പർക്ക് പ്രത്യേക ശമ്പളമൊന്നും ഇല്ലെങ്കിൽ കഴിക്കാം. ഖാദി എല്ലാ സംഭാവനയും വാങ്ങാൻ പറ്റൂല എന്നൊരു നിയമമുണ്ട്. ഖാദി നാട്ടുകാരിൽ നിന്നുള്ള ഹദിയ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. നമ്മളെ ഖാദിയല്ല, ഈ ജഡ്ജ് എന്ന അർത്ഥത്തിലാണ്. ജഡ്ജാകുമ്പോൾ നാട്ടുകാരെടുത്തും സംഭാവന വാങ്ങിയാൽ അയാൾ വിധി പറയുമ്പോൾ ആ വിധിയെ അത് സ്വാധീനിക്കും. അതുകൊണ്ട് സമ്മാനങ്ങൾ വാങ്ങാൻ പാടില്ല എന്നാണ് ഖാദിൻ്റെ നിയമം. ഇതിപ്പോൾ സമ്മാനമല്ലല്ലോ, ഇത് സ്വതക്കയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ആരാ തന്നത് എന്ന് അറിയാത്ത രീതിയിൽ വാങ്ങട്ടോ. തന്ന ആൾക്കാരെ അറിയാത്ത രീതിയിൽ വാങ്ങാം. പിന്നെ ദർസ് നടത്താനെന്ന് പറഞ്ഞിട്ട് മുദരിസിന് വേണ്ടി ഒരാൾ വഖഫ് ചെയ്താൽ, ഒരു ഉദാഹരണമാണ്,
ആഴ്ചയിൽ 6 ദിവസമല്ലേ പണി, ഒരു ദിവസം ആ പണി എടുത്തിട്ടില്ലെങ്കിൽ അന്നത്തെ ശമ്പളം, അന്നത്തെ പ്രതിഫലം അയാൾക്ക് ഉണ്ടാവില്ല. അതെനിക്ക് കാരണത്തിൻ്റെ പേരിൽ വേറെ ആളെ പകരാക്കുകയാണെങ്കിൽ ആ പകരക്കാരനത് കൊടുക്കാം. ഇമാമത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പഴയ കാലത്തൊക്കെ ഇതിനൊക്കെ ഇഷ്ടംപോലെ വഖഫ് ഉണ്ടായിരുന്നു. ദർസിന് വഖഫ്, മുഅദ്ദിന് വഖഫ്, ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് വഖഫ്, ഖത്തീബിന് വഖഫ്, പാടവും വയലും തെങ്ങുത്തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഇപ്പോഴാണല്ലോ ഈ വരിസംഖ്യ പിരിച്ചു കൊടുക്കൽ തുടങ്ങിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് വിശദമായിട്ട് നമ്മളൊന്ന് പറഞ്ഞാലോ, നിങ്ങൾ കേൾക്കുന്ന കരിയായിരിക്കാം. സുയില ഷെയ്ഖുന സംസമിയോ, നമ്മുടെ ഉസ്താദ് സംസമി റഹ്മയോട് ചോദിക്കപ്പെട്ടു അമ്മ വഖിഫ, ഒരു വഖഫിനെ കുറിച്ച്. ലിയുസ്റഫ ഖല്ലത്തുഹു, അതിൻ്റെ വരുമാനം നൽകപ്പെടാൻ. ലിലിത്ആമി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് വേണ്ടി ഭക്ഷിപ്പിക്കാൻ എന്ന് പറഞ്ഞ് വരുമാനം വിനിയോഗിക്കുന്നതിന് വഖഫ് ചെയ്യപ്പെട്ട ഒരു ഭൂമി. അതിനെക്കുറിച്ച് എന്താണ് സംശയം? ഫഹൽ യജൂസു ലിന്നാദിരി, വഖഫിൻ്റെ മേൽനോട്ടക്കാരൻ അനുവദനീയമാകുമോ? അയ്യുതഇമഹാദ്, ഭക്ഷിപ്പിക്കൽ. മൻ നസല ബിഹി മിനൽ ളീഫാൻ, അവിടെ വരുന്ന വിരുന്നുകാർക്ക്. ഫി ഗൈരി ഷഹ്രിൽ മൗലിദി, മൗലിദിൻ്റെ മാസം അല്ലാത്ത സമയത്ത് വരുന്നവർക്ക് ഭക്ഷിപ്പിക്കാൻ പറ്റുമോ? ബിദാലിക്കൽ ഖസ്തി, നബിതങ്ങൾക്ക് ഭക്ഷിപ്പിക്കുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ, നബിതങ്ങൾക്ക് കൂലിട്ടാൻ വേണ്ടി ഭക്ഷിപ്പിക്കുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ഭക്ഷിപ്പിക്കാൻ പറ്റുമോ? ഔലാ, പറ്റൂലേ. മറ്റൊരു ചോദ്യം, വഹൽ യജൂസു ലിൽ ഖാദി അൻ യഅകുല മിൻ ദാലിക, ഖാദിക്ക് അതിൽ നിന്ന് ഭക്ഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ലം യകുല്ലഹു റിസ്ഖു മിൻ ബൈത്തുൽ മാലി, ബൈത്തുൽ മാല് ഗവൺമെൻറ്റിൻ്റെ സ്വത്തിൽ നിന്ന് അയാൾക്ക് ശമ്പളം ഇല്ലെങ്കിൽ, വലാമിൻ മയാസീരിൽ മുസ്ലിമീൻ, അതുപോലെ നാട്ടിലെ മുസ്ലിം മുതലാളിമാരായ മുസ്ലിമീങ്ങളിൽ നിന്നും അയാൾക്ക് പ്രതിഫലമില്ലെങ്കിൽ ഖാദിക്ക് റസൂലുള്ളാഹിൻ്റെ പേരിൽ കൊടുക്കണ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഫാജാബ ബിഅന്നഹു യജൂസു ലിന്നാദിരി, അതെ, വഖഫിൻ്റെ മേൽനോട്ടക്കാരൻ അനുവദനീയമാണ്. അൻ യസ്രിഫൽ ഖല്ലത്തൽ മദ്കൂറ, നേരത്തെ പറഞ്ഞ ഈ വരുമാനം വിനിയോഗിക്കൽ. ഫി ഇത്ആമി മൻ ദുക്കിറ, മുകളിൽ പറയപ്പെട്ടവർക്ക് ഭക്ഷിപ്പിക്കുന്നതിന്. രണ്ടാം ചോദ്യത്തിൻ്റെ മറുപടി, യജൂസു ലിൽ ഖാദി അലക്കുലു മിൻഹാ അയ്ളൻ, ഖാദിക്കും അതിൽ നിന്ന് ഭക്ഷിക്കാം. ലിഅന്നഹാ സ്വദഖത്തുൻ, അത് സ്വദഖയാണ്. വൽ ഖാദി ഇദാ ലം യഅരിഫുൽ മുതസദ്ദിഖു, ഖാദി അയാളെ സദഖ ചെയ്ത ആൾക്ക് ഖാദിയെ അറിയില്ലെങ്കിൽ, വലം യകുൻ അൽ ഖാദി ആരിഫൻ ബിഹി, ഖാദിക്ക് അയാളെയും അറിയില്ലെങ്കിൽ, ഖാല സുബ്കിയു, സുബ്കി ഇമാം പറഞ്ഞു, ലാ ശക്ക ഫീ ജവാസിൽ അഖ്ദി ലഹു, ഖാദിക്ക് ആ സദഖ വാങ്ങാം എന്നതിൽ യാതൊരു സംശയവും ഇല്ല. മുതസദ്ദിഖാന സദഖ ചെയ്താക്ക് ഖാദിനെ അറിയില്ല, ഖാദിക്ക് അയാളെയും അറിയില്ലെങ്കിൽ പിന്നെന്തായാലും വാങ്ങാം. വബിഖൗലിഹി അഖൂൽ, സുബ്കി ഇമാം പറയാണ്, ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. ബിഖൗലിഹി, സംസമി പറയാണ്, സുബ്കി ഇമാമിൻ്റെ അതേ അഭിപ്രായം തന്നെ അഖൂൽ എനിക്കും ഉള്ളത്, ഞാനും പറയുന്നത്. ഇൻതിഫാഇനൽ മാനൽ മാനി, വാങ്ങുന്നതിനുള്ള ആ തടസ്സം ഇവിടെ ഇല്ലല്ലോ. അറിയുകയാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുകയാണെങ്കിൽ, അയാൾ പിന്നീട് വല്ല കേസുമായിട്ട് വരുമ്പോൾ അയാൾക്ക് അനുകൂലമായിട്ട് വിധിക്കാൻ ഖാദിൻ്റെ മനസ്സ് വശീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. വൈല യഹ്തമിലു അൻ യകൂന കൽ ഹദിയതി, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയെങ്കിൽ അത് ഖാദിക്ക് കൊടുക്കുന്ന സമ്മാനം പോലെയാകാം, അപ്പോൾ പിന്നെ വാങ്ങാൻ പറ്റില്ല എന്ന് പറയാം. ഇനി വഹ്തമിൽ ഫർക്ക്, അതുപോലെയല്ല എന്നും പറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്താ കാരണം? സമ്മാനം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഖാദിൻ്റെ സ്നേഹം വാങ്ങലാണ്. ഇവിടെ സദക്ക അങ്ങനെ ഇല്ലല്ലോ. വഹ്തമിൽ ഫർക്ക്, വ്യത്യാസം പറയാം. ഹദിയ പോലെയല്ല, അറിഞ്ഞാലും പരസ്പരം പരിചയം ഉണ്ടെങ്കിൽ പോലും
ഖാദിക്കത് വാങ്ങാം എന്ന് ഒരു വ്യത്യാസം പറയാം. എന്താ കാരണം? വ്യാനൽ മുത്തസദ്ദിഖ ഇന്നമാ ഖസദ സവാബൽ ആഖിറ. സദഖ ചെയ്ത ആളിവിടെ റസൂലുള്ളാഹിന്റെ പേരിൽ ഭക്ഷിപ്പിച്ചിട്ട് ആഖിറത്തിൻ്റെ കൂലിയല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഹദിയ അങ്ങനെയല്ലല്ലോ. സമ്മാനങ്ങൾ കൊടുക്കുന്നത് എന്തിനാ? അത് സമ്മാനങ്ങൾ കൊടുക്കുന്നത് എന്തിനാണ്? സ്നേഹം സമ്പാദിക്കാനാണ്. പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കൊക്കെ ഹദിയ കൊടുക്കും, മുതലാളിമാർക്കും കൊടുക്കും. അപ്പോൾ പിന്നെ ഖാദിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുക? ഖാദിക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാം എന്നാണ്. വഖാല ഇബ്നു അബ്ദുസ്സലാം, മഹാനായ സുൽത്താനുൽ ഉലമാ ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് പറഞ്ഞു, വലിയ പണ്ഡിതനാണ്. നേരത്തെ പറഞ്ഞു, വലാ യസ്തഹിഖു വളീഫത്തിൻ കഖിറാഅത്തിൻ അഖല്ല ബിഹാ ഫി ബഅദിൽ അയ്യാം. ഒരു ജോലി ചെയ്യുന്ന ഒരാളുടെ മേൽ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ആ ജോലി ചെയ്യാതിരുന്നാൽ അയാൾക്ക് അതിനർഹത ഉണ്ടാകൂല. വലാ യസ്തഹിഖു വളീഫ, ഒരു ജോലി ചെയ്യുന്ന വ്യക്തി, ഒരു തൊഴിലാളിക്ക് ഖിറാഅത്തിൻ, ഖുർആൻ ഓതുക എന്നുള്ളതാണ് വഖഫ് ചെയ്തപ്പം പറഞ്ഞത്. അത്തരമൊരു വ്യക്തി അർഹിക്കുന്നതല്ല. അഖല്ല ബിഹാ ഫി ബഅദിൽ അയ്യാം, ചില ദിവസങ്ങളിൽ ആ പണി അയാൾ എടുത്തില്ല. അഖല്ല ബിഹ എന്നാണ് അർത്ഥം. ആ പണി അയാൾ എടുത്തില്ല. അഖല്ല ബിഹ, ഒരു പണി എടുക്കാത്തതിന് അതിന് ഇടർച്ച ഉണ്ടാക്കുക, ആ പണിയിൽ അലംഭാവം വരുത്തുക, അന്ന് ലീവാക്കുക, അങ്ങനെയുള്ള ആൾക്ക് അർഹത ഉണ്ടാവില്ല. നാവിമാൻ പറഞ്ഞു, ഇൻ അഖല്ല, അങ്ങനെ ഒരു ദിവസം ഒരാൾ പണിയെടുത്തില്ല, വസ്തനാബ, മറ്റൊരാളെ പകരമാക്കിയാൽ, ലിഉദിരിൻ, കാരണത്തിൻ്റെ പേരിൽ, ഒരു മരണമോ മറ്റോ ഒക്കെ ഉണ്ടായിട്ട്, മറദിൻ, രോഗം പോലെ, ഹബസിൻ, അല്ലെങ്കിൽ അയാളെ തടഞ്ഞു വെക്കപ്പെട്ടു, ബഖിയ ഇസ്തിഹ്ഖാഖുഹു, അയാളുടെ അവകാശം ബാക്കിയാകും. വഇല്ല, അങ്ങനെ അല്ലെങ്കിൽ അയാൾ പണിയെടുത്തില്ലെങ്കിൽ ലം യസ്തഹിഖ ലിമുദ്ദത്തിൽ ഇസ്തിനാബ, പകരമാക്കിയ കാലത്തിന്, ആ സമയത്തേക്ക് അയാൾക്ക് പ്രതിഫലത്തിന് അർഹതയുണ്ടാവില്ല. അപ്പോൾ ഒരാൾ ആഴ്ചയിൽ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഖുർആൻ ഓതാൻ വേണ്ടി എന്ന് പറഞ്ഞ് വഖഫ് ചെയ്ത ആ വ്യക്തി ഒരു കാരണവുമില്ലാതെ പകരാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്തേക്കുള്ള പ്രതിഫലം കട്ടായി പോകും. ഇല്ല, കാരണത്തിനൊന്നും വേണ്ടി അല്ല എങ്കിൽ, പകരമാക്കിയതെങ്കിൽ ലം യസ്തഹിഖ ലിമുദ്ദത്തിൽ ഇസ്തിനാബ, പകരമാക്കിയ ആ സമയത്തേക്കുള്ള ആ ഒരു പ്രതിഫലത്തിന് അയാൾക്ക് അർഹതയുണ്ടാവില്ല. ഫഫഹമ, അപ്പോൾ അത് മനസ്സിലാക്കി തരുന്നതിന് ബഖാ അസൽ ഇസ്തിഹ്ഖാഖിഹി ലിഗൈരി മുദ്ദത്തിൽ ഇഖ്തിലാൽ, ജോലി എടുക്കാത്ത സമയം അല്ലാത്ത സമയത്തേക്ക് അയാൾക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ 7 ദിവസത്തിൽ ഒരു ദിവസത്തെ എടുത്തിട്ടില്ലെങ്കിൽ അന്നത്തെ കിട്ടില്ല, ബാക്കിയുള്ള ദിവസത്തെ കിട്ടും. ഫഫഹമ, ഏതായാലും ഈ ബഹുമാനപ്പെട്ടവരുടെ ഖൗല് എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. ബഖാ അസൽ ഇസ്തിഹ്ഖാഖിഹി, ആ പ്രതിഫലത്തിൻ്റെ അവകാശം നിലനിൽക്കുമെന്ന്, ലിഗൈരി മുദ്ദത്തിൽ ഇഖ്ലാലി, ജോലി മുടക്കിയ ദിവസം അല്ലാത്ത ദിവസങ്ങൾ, ഇഖ്ലാൽ പറഞ്ഞാൽ ജോലി മുടക്കിയെന്നല്ലേ, ജോലി മുടക്കിയ കാലത്തേക്കല്ലാത്ത സമയത്തേക്കുള്ള പ്രതിഫലത്തിൻ്റെ ആ ഫലം ബാക്കിയാകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഇബാറത്ത് മനസ്സിലാക്കി തരുന്നുണ്ട്. വഹുവ മുഅ്തമദഹു സുബക്കിയു കബിന് സ്വലാഹി, ഇതന്നെയാണ് സുബക്കി ഇമാം പ്രബലപ്പെടുത്തിയത്. ഇബ്നു സ്വലാഹ് റഹിമഹുള്ളയെ പോലെ ഫീ കുല്ലി വദീഫത്തിന്, ഏത് ജോലിയും, തഖ്ബലുൽ ഇനാബ, പകരമാക്കാൻ പറ്റുന്ന ഏത് ജോലിയുടെ കാര്യത്തിലും അതാണ് പറയുന്നത്. ഖത്തദ്രീസ്, ദർസ് നടത്തുക, ഇമാമത്ത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇമാമത്തിനെ ഏൽപ്പിച്ചാൽ, കാരണമല്ലാതെ ഏൽപ്പിച്ചാൽ പ്രതിഫലം ഉണ്ടാവില്ല. ഉദർ, രോഗം, അങ്ങനെയുള്ള കാരണങ്ങൾക്ക് വേണ്ടിയാണ് പകരം ഏൽപ്പിക്കുന്നതെങ്കിൽ അപ്പോൾ പ്രതിഫലം ഉണ്ടാവും. വഖഫ് ആയാലും വഖഫ് അല്ലെങ്കിൽ എല്ലാം ശമ്പളത്തിന് ജോലി ചെയ്യാണ്. അപ്പോൾ ഒരു കാരണമില്ലാതെ പകരാക്കി കഴിഞ്ഞാൽ അന്നത്തേന് എന്താവില്ല, ശമ്പളം കട്ടാവും. അഖല്ല, ആ ജോലി അയാൾ മുടക്കിയാൽ ആ ദിവസത്തേക്കുള്ള പ്രതിഫലം അയാൾക്ക് ഉണ്ടാവില്ല, ബാക്കിയുള്ള ദിവസത്ത് കിട്ടും. ഇപ്പോൾ CL ഒക്കെ ഉണ്ടല്ലോ, മാസത്തിൽ ശമ്പളമൊക്കെ കട്ടാക്കണം, അതിനൊക്കെ അടിസ്ഥാനമുണ്ട്. ഞാൻ 2 ദിവസം നാട്ടുകാട് പോകുമ്പോഴേക്ക് നിങ്ങളെന്തിനാ ജോലി കട്ടാക്കണം എന്നൊക്കെ ചോദിക്കും. അയാൾക്ക് അനുവദിക്കപ്പെട്ട ലീവ് ഉണ്ടാവും, ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ, 2 ദിവസമൊക്കെ ഉണ്ടാവും. അതിനിടയിൽ അയാൾ പോകുന്ന കാരണത്തിൻ്റെ പേരിലാണെങ്കിൽ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. ഇതൊക്കെയാണ് വിധി. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.